ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പം ഞാൻ ലോസ് ആൻഡോസ് വരെ പോയി കയറുന്നുട്ടാ. അത് വേറൊന്നല്ല, ലോസ് ആൻഡോസിലെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേരും ഫ്രാങ്ക്ലിന്നാ. അവന് പിന്നെ എന്തോ മിഷനൊക്കെ ചെയ്യേണ്ടായിരുന്നു. അത് പക്ഷേ വലിയൊരു മിഷനാ. അത് അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും കൂടി അവൻ്റെ കൂടെ പോയി. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇപ്പോൾ ആ മിഷനൊക്കെ കഴിഞ്ഞേക്കാണ് കേട്ടാ. എനിക്ക് പിന്നെ കുറച്ച് പൈസയും കൂടി കിട്ടി. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്കേ ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തിട്ടേ നേരെ വീട്ടിലേക്ക് പോവാം. ഞാൻ പിന്നെ ആകെ ടയർഡായിക്ക. വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇവിടെ പിന്നെ ടി വി ഒക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ടി വി കാണാം, എന്നിട്ട് കിടന്നുറങ്ങാം. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു മിനിറ്റ്, എനിക്കിവിടെ ഒരു മെസ്സേജൊക്കെ വന്നുട്ടാ. ഇതിലെന്തോ എഴുതിയുണ്ട്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക് ടു ബിക്കം എ സൂപ്പർമാനാ. അത് ശരി, ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സൂപ്പർമാനായിട്ട് മാറോ? ആ ടാസ്ക് ഏതാണെന്ന് നോക്കി നോക്കാം. ബ്ലാസ്റ്റ് 5 ഫോർച്യൂണർ കാർസ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അത് ശരി, ഇതെന്നിട്ട് മിഷന്. എന്നിട്ടായാലും നമുക്ക് ആ മിഷൻ ചെയ്യാം. ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഇഷ്ടം പോലെ ഫോർച്യൂണർ ഓടുണ്ട്. ഫോർച്യൂണർ അല്ല, ഫോർച്യൂണർ ലെജൻഡറാ. നമുക്കപ്പോൾ 5 ഫോർച്യൂണർ കത്തിച്ചളയണം. അതാണ് മിഷൻ. അതിപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള മിഷനൊന്നുമല്ല. നമുക്ക് പിന്നെ ഇതിന് മുന്നേ ഹൾക്കിൻ്റെ സൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. നമ്മൾ അന്നേരം എന്തോരം മിഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ ഡൈനോസറിൻ്റെ മുട്ട അടിച്ചു മാറ്റി ചെയ്ത് അന്നേരം നമുക്ക് ഹൾക്കിൻ്റെ സൂട്ട് കിട്ടി. ഇപ്രാവശ്യം നമുക്ക് സൂപ്പർമാൻ്റെ സൂട്ട് കിട്ടും. ഇവിടെ ഫോർച്യൂണർ ഒന്നും കാണാനില്ലല്ലോ. ഇത് പിന്നെ എൻഡോവറാ. എൻഡോവർ കത്തിച്ചളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഫോർച്യൂണറാ വേണ്ടേ. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കാറുകൾ പോവുണ്ട്. ഇവിടെ സ്കോർപ്പിയോ പോവുണ്ട്. വീണ്ടും ഒരു എൻഡോവർ പോണു. ഇതെന്തത്, സിറ്റിയിലെ എൻഡോവർ മാത്രമുള്ളൂ? അത് പിന്നെ അങ്ങനെയാണല്ലോ, ആവശ്യമുള്ള സമയത്ത് നമുക്കൊന്നും കിട്ടില്ല. ഇവിടെ പിന്നെ ഡിഫൻഡർ പോണു, എൻ്റെ സെയിം കാറാ. അല്ല, ഇനിയിപ്പോൾ സിറ്റിയിൽ ഫോർച്യൂണർ ഇല്ലേ? അതിന് നിരോധിച്ച? ഇല്ലില്ല, ഇവിടുത്തെ ഒരു ഫോർച്യൂണർ പോണു. നമുക്കപ്പോൾ അതങ്ങ് കത്തിച്ചളയാം. എൻ്റെ കയ്യിൽ പിന്നെ RPG ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതങ്ങ് വിട്ടാൽ മതി. എന്നാ പിടിച്ചോ. ഇതെന്താ കത്താത്ത? ഇപ്പം കത്തി. ഒരു ഫോർച്യൂണർ നമ്മളങ്ങനെ കത്തിച്ചളഞ്ഞേക്കാണ് കേട്ടാ. ഇനി 4 കൂടി കത്തിച്ചളയണം. സമയമുണ്ട്. എന്നാലും എന്തിനാണാവോ ആ മിഷനിൽ ഫോർച്യൂണർ കത്തിക്കാൻ പറഞ്ഞേ? ഇനിയിപ്പോൾ സൂപ്പർമാന് ഫോർച്യൂണറിനോട് വില വൈരകയുണ്ടോ? പറയാൻ പറ്റില്ല ഏട്ടാ. ചിലപ്പോൾ സൂപ്പർമാനെ ഫോർച്യൂണറിനോട് വൈരക ഉണ്ടാവും. അതുകൊണ്ടാവും ഫോർച്യൂണർ കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ പക്ഷെ ഫോർച്യൂണർ കാണാനില്ല. ഇതൊരിക്കും ഒരെണ്ണം മാത്രമേ കത്തിച്ചുള്ളൂ. ഇത് ഏതാ കാറ്? ഇതും ഡിഫൻഡർ തന്നെയാ. ഡിഫൻഡർ ഇവിടെ ഇഷ്ടം പോലെ ഓടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്കങ്ങനെ രണ്ടാമത്തെ ഫോർച്യൂണറും കിട്ടിയേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ അതും കൂടി അങ്ങ് കത്തിച്ചളയാം. നമുക്കപ്പോൾ RPG എടുക്കാം. എന്നാ പിടിച്ചോ. ഓക്കെ, അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. പോരട്ടെ പോരട്ടെ, എല്ലാതും പോരട്ടെ. ഇനി 3 കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ ഫോർച്യൂണർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. ഇതും കൂടി അങ്ങ് കത്തിച്ചളയാം. ഇപ്രാവശ്യം നമുക്ക് RPG എടുക്കണ്ട, പകരം സ്റ്റിക്കി ബോംബ് എടുക്കാം. സ്റ്റിക്കി ബോംബ് വെച്ച് കത്തിച്ചളയാം. സ്റ്റിക്കി ബോംബ് പിന്നെ മൊബൈൽ വഴി ആക്ടിവേറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗോ. അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇവിടെ പിന്നെ ഒരു കാർ ഷോറൂമൊക്കെ ഉണ്ട്. കാർ ഷോറൂം പിന്നെ കാലിയാ. നിക്ക്, ഇവിടെ ഒരു ഫോർച്യൂണർ വരുന്നു. ഇങ്ങോട്ട് വാടാ. എന്നാ പിടിച്ചോ. ഓക്കെ, അതും കൂടി കത്തിച്ചളഞ്ഞു. ശരി, ഇതിൻ്റെ പിന്നിൽ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ അതും കൂടി കത്തിച്ചളയാം. ഇതെന്താ കത്താത്ത? ഓക്കെ, അതങ്ങനെ കത്തി. നമ്മളങ്ങനെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തുട്ടാ. 5 ഫോർച്യൂണർ നമ്മൾ കത്തിച്ചളഞ്ഞു.
ഇനി ഒരു മിഷനും കൂടി മാത്രം ബാക്കിയുണ്ട്. അത് വേറൊന്നല്ല, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബാ. ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. നമുക്കപ്പോൾ സൂപ്പർമാൻ്റെ സ്യൂട്ട് കിട്ടും. A few moments later. ലെറ്റ്സ് ഗോ. നമുക്കങ്ങനെ സൂപ്പർമാൻ്റെ സ്യൂട്ടൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഫ്രാങ്ക്ലിൻ സൂപ്പർമാനായിട്ട് മാറിക്ക. നമുക്കിവിടെ സൂപ്പർമാൻ്റെ പവേഴ്സൊക്കെ കിട്ടി. ഇത് കണ്ടില്ലേ, നമുക്ക് ഒരു ലേസറിൻ്റെ പവർ ഉണ്ട്. അത് വെച്ചിട്ട് ആൾക്കാരെ കൊല്ലാൻ പറ്റും. ആൾക്കാരെ മാത്രമല്ല, നമുക്ക് വണ്ടികളെ കത്തിച്ചളയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ബുഗാട്ടി ഉണ്ട്. ആ ബുഗാട്ടി കത്തിച്ചളഞ്ഞു. അതേപോലെ തന്നെ ഈ ഡിഫൻഡറും കത്തിച്ചളഞ്ഞു. ഇത് കൊള്ളാണ്ടാ, നൈസായിട്ടുണ്ട്. നമുക്ക് പിന്നെ പറക്കാനും പറ്റും. നല്ല ഹൈറ്റിൽ നല്ല സ്പീഡിൽ പറക്കാൻ പറ്റും. ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. എന്താ സാറേ, മോടയാണോ? ശരിയപ്പോ ഞാൻ ദേ പോവാണ്. നമുക്ക് പിന്നെ നല്ല സ്പീഡിൽ പറക്കാൻ പറ്റും ട്ടാ. ഇതേ കണ്ടില്ലേ, ജെറ്റ് പോണ പോലെ പോണേ. എവിടെങ്കിലും കൊണ്ട് ഇടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്നൊന്നും ചാവില്ല. ഏത് പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിലും സുഖമായിട്ട് പോകാൻ പറ്റും. അടുത്തത് ആരുടെ സൂട്ടാ വേണ്ടേ? നമുക്ക് ഹൾക്കിൻ്റെയും കിട്ടി, സൂപ്പർമാൻ്റെയും കിട്ടി. അടുത്തതേ വല്ല സ്പൈഡർമാൻ്റെ സ്യൂട്ടൊക്കെ കിട്ടണം. സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിൽ പിന്നെ മറ്റ് സംഭവം ഉണ്ടാവില്ലേ, എന്താ അതിനെ പറയാ? വെബ് ഷൂട്ടർ. വെബ് ഷൂട്ടർ കിട്ടിക്കഴിഞ്ഞാൽ നൈസാവും. പിന്നെ തോറിൻ്റെ സ്യൂട്ടും കിട്ടിയാലും കുഴപ്പമില്ല കേട്ടാ. അതിൽ പിന്നെ തോറിൻ്റെ ചിറ്റിക്ക് ഉണ്ടാവും. അത് കിട്ടിയാലും നൈസാവും. എന്തുട്ടായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.